ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ, പക്ഷേ കുറേ കൂട്ടുകാർ നമ്മളെ വീഡിയോ കാത്തിരിക്കണവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ അന്ന് കിച്ചണിൽ വന്ന് ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് മദ്രസില്ല, വെള്ളിയാഴ്ച എടുത്ത വീഡിയോ കേട്ടോ അത്. പിന്നെ ഇന്ന് ഉച്ചക്ക് കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. ഉച്ചക്ക് ലഞ്ചിനൊന്നും റെഡിയാക്കണ്ട. ബാബു പിന്നെ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കും എനിക്കും ഫുഡ് നമ്മൾ അടുത്ത വീട്ടിൽ നിന്നാണ് കേട്ടോ. ഒന്ന് അവിടെ എന്താ വീടിരിക്കൽ പറയില്ലേ, കുടിയിരിക്കൽ, അതാണ് കേട്ടോ. അപ്പോൾ പാല് കാച്ചൽ. അപ്പോൾ നമുക്ക് ഉച്ചക്ക് അവിടെ നിന്നാണ് ഫുഡ്. ഉച്ചക്കും രാത്രിയൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. ഉച്ചക്കും രാത്രിയൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടതിന് അങ്ങനെ ഇതാ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെക്കും. അപ്പോൾ ആ വെള്ളം ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇഡ്ഡലി തട്ടിൽ മാവ് കൊഴിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ എളുപ്പമുണ്ട് ഇഡ്ഡലി ആകുമ്പം. പിന്നെ പ്രത്യേകിച്ച് ജോലികൾ, വീട്ടുജോലികളില്ല ചെയ്യാൻ, പക്ഷേ ഹോം ഷോപ്പിൻ്റെ വർക്ക് ഇഷ്ടംപോലെ ഉണ്ട് ചെയ്യാൻ. അപ്പോൾ ബില്ല് ക്ലോസ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ HSOമാരെ വീടുകളിൽ പോയിട്ട് അക്കൗണ്ടൻറ്റുമാരും ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ HSOമാരെ വീടുകളിൽ പോയിട്ടാണ് കേട്ടോ ക്ലോസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ കുറേ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നല്ലോ, നിങ്ങളെ സൗണ്ടിന് എന്താ പറ്റിയത്, ഒരു സൗണ്ട് വേറെ പോലെ തോന്നണമെന്നൊക്കെ. ഞാൻ പിന്നെയാണ് കേട്ടോ ആ വീഡിയോ വോയിസൊക്കെ നോക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഉറക്കക്ഷീണം ഉണ്ടായിട്ടാണ് കേട്ടോ. ഒന്നാമത് ഉറക്കക്ഷീണവും തലവേദനയും ഒക്കെ കൂടെ ആയിട്ട് ഒരു വേറൊരു സൗണ്ടില്ലേ, ഞാൻ തന്നെ പിന്നെ കേട്ടോ ശ്രദ്ധിച്ചത്. പിന്നെ അതിൽ കുറേ കൂട്ടുകാർ ചോദിച്ചിനി എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, എന്ത് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിനി. അപ്പോൾ സുഖടൊന്നുമില്ല, നമ്മളിങ്ങനെ ഒന്ന് ഉറങ്ങി നീക്കുമ്പം ഒരു വേറെ സൗണ്ടല്ലേ കാര്യം. അത് അങ്ങനെയാണ് കേട്ടോ. ഹോം ഷോപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ HSOമാരെ വീടുകൾക്കും പോകണം. ചോക്കാട്, കാളികാവ്, കരുളായി 3 പഞ്ചായത്താണ് എനിക്കുള്ളത്. അപ്പോൾ ആ 3 പഞ്ചായത്തിലുള്ള HSOമാരെ വീടുകളിൽ കൂടിയും പോകണം. അപ്പം വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം. പിന്നെ പിറ്റേ ദിവസം പറഞ്ഞാൽ ഇന്നലെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് പോവും വേണം. അപ്പോൾ രാത്രി തന്നെ വീഡിയോ വോയിസ് കൊടുത്ത് റെഡി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ 2 ദിവസമൊക്കെ വീഡിയോ ഇടാതെ നമ്മളെ ചാനൽ പറ്റ ഡൗൺ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ വന്നാണ്ട് ഒന്ന് ഉറങ്ങിനി. ആ ഉറങ്ങി നീച്ചാണ്ടാണ് ആ വീഡിയോ ഇട്ടത്. അതുകൊണ്ടാണ് വീഡിയോക്ക് വോയിസ് കൊടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് ആ സൗണ്ട് അങ്ങനെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ലൈസൻസിന് ഞാൻ വണ്ടി എടുത്ത പഠനം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു ടൈമിൽ ശരിക്കും എനിക്ക് ബാലൻസ് ഇല്ലായിട്ടാവും. പിറ്റത്തെ മാസത്തിൽ തന്നെ ടെസ്റ്റിന് വിളിച്ചും ചെയ്ത് ലേണിംഗ് ഒക്കെ പാസ്സായി. പിന്നെ എട്ടിടണമല്ലോ, ആ ടെസ്റ്റിന് പോയപ്പോൾ ഫെയിലായിട്ടോ ഫസ്റ്റത്തേതിൽ. പിന്നെ ഇപ്പം രണ്ടാമത്തെ ടെസ്റ്റ് ഇപ്പോൾ അതേപോലെ ഇങ്ങനെ ഓരോ മാസവും നീട്ടി കൊണ്ടുപോയി. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒക്കെ ആയിട്ട് ആ ടെസ്റ്റിൻ്റെ അന്ന് എനിക്ക് കൂടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നീട്ടി കൊണ്ടുപോയി. ഇന്നലെ ഇനി അതിൻ്റെ ടെസ്റ്റ് ഇട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പാസ്സായിട്ടോ. 8 വിട്ട് റോഡ് ടെസ്റ്റും ഒക്കെ പാസ്സായിന്. അൽഹംദുലില്ലാ ലൈസൻസ് കിട്ടും. 8 ഇടണമെങ്കിലേ നമ്മളെപ്പോലെ ഇപ്പോൾ പഠിച്ച പുതിയ ഡ്രൈവർമാരൊക്കെ ആകുമ്പോഴേ നല്ലോണം പ്രാക്ടീസ് വേണമെന്നെങ്കിൽ തന്നെ കിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ക്ലാസ്സിനൊന്നും പോകാനും കൂടില്ല, എൻ്റെ തിരക്ക് നിങ്ങൾക്ക് അറിയില്ലേ. അങ്ങനെ ഞാൻ പോയിട്ടില്ല. ഇനി അപ്പോൾ അന്നത്തെ ദിവസം ആ HSOമാരെ വീടുകളിലൊക്കെ പോയി വന്നിട്ട് 5:30 കേട്ടോ ടൈം വൈകുന്നേരം. അന്ന് ആ സമയത്ത് ഗ്രൗണ്ടിൽ പോയി എട്ടിടാനൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ കുറച്ച് മരുവിൻ്റെ ബാങ്ക് കൊടുത്തു വീട്ടിലെത്തിയപ്പം. പിന്നെ കുളി നിസ്കാരം കഴിഞ്ഞാണ്ട് ഒന്നാണ് കിടന്നുറങ്ങി. ആ ഉറങ്ങി നീച്ച് കഴിഞ്ഞിട്ടാണ് ആ വോയിസ് കൊടുത്തിട്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ സൗണ്ടൊക്കെ വന്നത്. അപ്പോൾ അതാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇഡ്ഡലി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ വേറെ മാവ് ഉണ്ടാക്കിക്കണം കേട്ടോ. മാവ് തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചതാണ്. ഈ റാഗിയും ചെറുപയർ ഉഴുന്നും. ഇപ്പം എൻ്റെ അധികം രാവിലത്തെ ഫുഡ് അത് തന്നെയാണ് കേട്ടോ. റാഗിയാണ് അധികം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ഷുഗറൊക്കെ നല്ല കുറവുണ്ട്. ഇപ്പം നോർമൽ തന്നെയാണ്. പിന്നെ ഞാൻ ഇന്നും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഈ ചോറ് കുറവായാൽ തന്നെ നമ്മളെ ഷുഗറൊക്കെ നമുക്ക് നോർമലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് ആദ്യമൊക്കെ ചോറാണ് കഴിക്കണം വിശപ്പ് മാറണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ തന്നെ ഉച്ചക്കും ചോറ്. ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കുഴക്കേക്കാരം, ഒരു വിശപ്പേക്കാരം. അപ്പോൾ കുറച്ച് കഞ്ഞിയോ ചോറോ എന്തെങ്കിലുമൊക്കെ ഒരു തിന്നണ സ്വഭാവം എനിക്കുണ്ടായിന് കേട്ടോ. ഇപ്പം അതൊക്കെ മാറി. അങ്ങനെ എങ്ങനെ കൂട്ടിക്കഴിച്ച് നോക്കിയാലും അധികം ഞാൻ ചോറ് തന്നെയും കഴിച്ചിരുന്നത്.
10 മണിക്കൊരു ചോറ്, ഉച്ചക്കൊരു ചോറ്, പിന്നെ രാത്രിയിലൊരു ചോറ്, പിന്നെ മരിപ്പിൻ്റെ നേരത്തെ എനിക്കൊരു വിശപ്പുണ്ട് ഉണ്ടാവലുണ്ട്. അപ്പോഴും ചിലപ്പോൾ കുറച്ച് ചോറ് കഴിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുത്ത ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ചോറ് അങ്ങോട്ട് കുറച്ചു, ഉച്ചക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചോറ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ റാഗിപ്പൊടി കൊണ്ടോ അല്ലെങ്കിൽ ഓട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ ചിലപ്പം ഈ റാഗിപ്പൊടി ഉണ്ടാക്കിയ മാവ് ചിലപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ ഒരു മാവ് കൊണ്ട് രാത്രിയിൽ ദോശ എന്തെങ്കിലുമൊക്കെ ചുട്ടാണ്ട് രാത്രി അങ്ങനെയും കഴിക്കും. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം അപ്പോൾ അതാ എൻ്റെ ഇഡലി മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് 3 ഇഡലി കേട്ടോ വേണ്ടത്. ആ 3 ഇഡലിക്ക് അങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി ഞാൻ സാമ്പാറാട്ടോ ഉണ്ടാക്കണത്. ഇപ്പോൾ പച്ചക്കറി അങ്ങനെ വേവിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിനി ഡോക്ടർ. അപ്പോൾ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കൊണ്ടുവരും പച്ചക്കറി. അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്നാൽ ഇഡലിക്ക് സാമ്പാറാക്കാമെന്ന് കരുതി. ഇഡലിയും സാമ്പാറും നല്ലൊരു കോംബോ ആണല്ലോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇനിയിപ്പോൾ കുറച്ചൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമൊക്കെ വേണമെങ്കിൽ എടുക്കാമല്ലോ. പിന്നെ ചിലർ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേ ഇന്നത്തെ സാമ്പാർ നാളെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പറഞ്ഞപ്പോൾ പറയണേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിനി കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന സാമ്പാർ നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് വേറൊരു പാത്രത്തേക്ക് എടുത്ത് വെക്കണം. എന്നാൽ പിന്നെ അതിൽ കയ്യിലൊന്നും ഇടൂലല്ലോ നമ്മൾ. മറ്റേത് ഇന്ന് എടുക്കുന്ന സാമ്പാർ തന്നെ നമ്മൾ കയ്യിലൊക്കെ ഇട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് പറഞ്ഞ പോലെ തന്നെ വേറൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എടുക്കാതെ വെക്കണത് നാളേക്കൊക്കെ വെക്കണത് വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് വെച്ച് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാമ്പാർ തന്നെ കിട്ടും. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചൂടാക്കുമ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ സാമ്പാറൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ തന്നെ നമ്മളെ പെരപ്പുറത്തുനിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടേനും. അപ്പം എനിക്കറിയാം മയിലാണെന്നുള്ളത്, ഓരോ കരച്ചിലും കേട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഓലെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ശരിക്കും വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. മയിലാണെന്ന് കാണും, പക്ഷേ ക്ലിയർ ഇല്ല. ഇവരെ വാസസ്ഥലം ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ. നമ്മളെ പെരപ്പുറത്തോ അല്ലെങ്കിൽ അപ്പുറത്തെ വീടിൻ്റെ പെരപ്പുറത്തോ അതല്ലെങ്കിൽ ഇവിടെ താഴെ ഒരു തെങ്ങും തോട്ടമുണ്ട്. ആ തെങ്ങും തോട്ടത്തിൽ രാത്രിയൊക്കെ വരെ കരച്ചിലാണ് കേട്ടോ, സഹിക്കാൻ വയ്യാത്തത്. ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ നെറ്റണം ഉണരും. അപ്പം ഒരു പേടിയാണ്. എനിക്കെന്താ അറിയില്ല കേട്ടോ, ഈ മയിലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കങ്ങനെ കേട്ട് ശീലമില്ലായിട്ടേ കാര്യം. ഇപ്പോഴാണ് നമ്മളതിലെ മയിലൊക്കെ വരൽ തുടങ്ങിയത്. ഇതിൻ്റെ മുന്നേ മയിലും കാര്യങ്ങളൊന്നും ഇല്ലേനി കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ഇവിടെയാണ് താമസം. അപ്പോൾ ഒരു 5-8 ഉണ്ട് കേട്ടോ, ആണും പെണ്ണൊക്കെ ആയിട്ട്. ഒരു കാണാനൊക്കെ നല്ല രസമൊക്കെ തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും പിത്തന കട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ തെങ്ങിനൊന്നും കുഴപ്പമുണ്ടാവില്ലല്ലോ. തെങ്ങിൻ്റെ എന്തെങ്കിലും കുരു കഴിക്കുമോ എനിക്കറിയില്ല കേട്ടോ. തെങ്ങുമ്മലാണ് അധികം ഓല് ഉണ്ടാവൽ. തെങ്ങുമ്മലും അതേപോലെ നമ്മളെ വീടിൻ്റെ മുകൾ വശത്ത് റബ്ബർ തോട്ടമാണ്, അവിടെ ഉണ്ടാവും കേട്ടോ. അധികം ഇവിടെ തന്നെ കാര്യം തെങ്ങിൻ്റെ മണ്ടയിലുണ്ടാവും ഒരു. അപ്പം ഇന്നൊക്കെ നല്ല കാലാവസ്ഥ കേട്ടോ, നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. ഇപ്പം എന്നും ഉച്ച കഴിഞ്ഞാൽ അവിടെ കാറ്റും മഴയാണ്. മഴ വല്ലാതെ ഉണ്ടാവില്ല, മഴനെ കാറ്റ് കൊണ്ടുപോകും. കാറ്റും ഇടി മിന്നലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് പുറത്തൊന്ന് ഇറങ്ങി ഓലേക്കൊന്ന് വീഡിയോ എടുത്ത് പോന്നു. ഇന്ന് പിന്നെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ അതിനൊന്നും നിൽക്കൂല കേട്ടോ. അപ്പം ഇനി നമുക്ക് സാമ്പാർക്ക് കുറച്ച് തേങ്ങ വറുത്തിടാം കേട്ടോ, വറുത്തരക്കുക. എന്നാൽ പിന്നെ കുറച്ചൊക്കെ ബാക്കിയുണ്ടെങ്കിലും കേടൊന്നും വരില്ല, പിന്നെ പിറ്റേ ദിവസം കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഉലുവൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തേങ്ങ ഇട്ട് കൊടുത്തു. അതിൽ ചെറിയ ഉള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അതൊക്കെ ഇട്ടാണ്ട് ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നല്ലോണം ഒന്നിങ്ങോട്ട് തേങ്ങ മൂപ്പിച്ച് വറുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടികളും ചേർത്ത് കൊടുക്കും. സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചപ്പം അതിൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ്. അതേപോലെ സാമ്പാർ പൊടിയും കുറച്ചിട്ടാണ്, കായപ്പൊടി ഇട്ടാണ്. അപ്പോൾ ഇനി ഇതിക്കും കുറച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒന്നിങ്ങോട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ തട്ടുന്ന മാറ്റി കൊടുക്കുക. എന്താ ഇഡ്ഡലി ചുടലി കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഇഡ്ഡലിയാണ്, എന്താ റാഗിപ്പൊടി കൊണ്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഇത് റാഗിപ്പൊടി അല്ല, റാഗി വെള്ളത്തിലിട്ടതേനും. റാഗിയും പിന്നെ ഉഴുന്നും ചെറുപയറും. പിന്നെ കടലയൊക്കെ ഉണ്ടെങ്കിൽ കടലയും അങ്ങനത്തെ ധാന്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇടട്ടോ. പൊട്ടുകടല ഉണ്ടെങ്കിൽ പൊട്ടുകടല ഇടുക. പിന്നെ ചോറൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, അത് അരച്ചെടുത്തപ്പം. എന്നാൽ തന്നെ കണ്ടോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഉഴുന്ന് ഉണ്ടായിട്ടാണ് ഈ കാര്യം, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അതിൽ തന്നെ ഇട്ട് കൊടുത്താണ്. പിന്നെ അതാ നമ്മൾ തേങ്ങയൊക്കെ വറവായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, കുറച്ച് എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ചില ആൾക്കാർ സാമ്പാറിൽ നല്ല ജീരകം ചേർക്കും. ഇവിടെ ആർക്കും നല്ല ജീരകം ചേർത്താൽ ഇഷ്ടമല്ല കേട്ടോ. കമൻറ്റ് ബോക്സിൽ കാണാം, കുറച്ച് നല്ല ജീരകം കൂടെ നിങ്ങൾക്ക് ചേർത്തൂടെ കടുക് വറുക്കുമ്പോൾ എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ടേസ്റ്റ് സാമ്പാർക്ക് ഇഷ്ടമല്ല കേട്ടോ. മോരുകറിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല ജീരകം പറ്റുക. ഓരോ വീടുകളിലും ഓരോരോ സ്വഭാവങ്ങളല്ലേ, അതാട്ടോ ഞാൻ നല്ല ജീരകം ചേർക്കാത്തത്.
അപ്പോൾ ഇതാ തേങ്ങയ്ക്ക് ഇപ്പം നല്ലോണം വറവായിട്ടുണ്ട്. ഇനി വറുത്തെടുത്താൽ ചിലപ്പോൾ കരിയും. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് നമ്മൾ സാമ്പാർക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇതാ തുറന്ന് നോക്കിയപ്പോൾ സാമ്പാറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ, കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളൊക്കെ അതിൽ കിട്ടാലും ഒരൊറ്റ കുട്ടികൾ സാമ്പാറത്തെ കഷ്ണങ്ങൾ കഴിക്കൂല കേട്ടോ. ഞാൻ തന്നെയാണ് കഴിക്കല്. ഇപ്പോൾ ചിഞ്ചുമോളും കഴിക്കും. ചിഞ്ചുമോൾ ഇപ്പോൾ രാത്രി ചോറൊന്നും കഴിക്കില്ല. ഓള് അതേപോലെ തടി വെക്കാണ് പറഞ്ഞിക്കാണ്ടേ അന്തിക്ക് രാത്രി ചോറുന്നൂല കേട്ടോ. എന്നോട് അറിയാം അമ്മച്ചിൻ്റെ പോലെ തന്നെ കാരണം ഞാനും എനിക്കും ഷുഗറൊക്കെ വരും അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഹെൽത്തൊക്കെ നല്ലോണം ഇപ്പം തന്നെ നോക്കൂലേ. അങ്ങനെ സാമ്പാറത്തെ പച്ചക്കറികളൊക്കെ എടുത്ത് കഴിക്കൂട്ടോ. ആദ്യം അതൊന്നും പറ്റൂലേനി, പിന്നെ മറ്റവർക്കൊന്നും പറ്റൂല. മറ്റവരൊക്കെ അതിലത്തെ വെള്ളം മാത്രം ചോറിന് കൂട്ടും, ബാക്കിയുള്ളതൊക്കെ ഒരു അരുവിൽ അങ്ങനെ പെറുക്കി വെക്കും. അപ്പോൾ ഇതാ സാമ്പാറൊക്കെ ഞാൻ വറവിട്ടെടുക്കും കൂടെ ചെയ്ത്. അങ്ങനെ സാമ്പാർ പണി ഇവിടെ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ മുറ്റുണ്ട് ഇഷ്ടംപോലെ അടിച്ചു വരാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ആയാൽ കാറ്റും മഴയാണെന്ന്. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോഴേ ഇല നല്ലോണം ഉണ്ടാവും നമ്മളെ മുറ്റത്ത് മരങ്ങളൊന്നുമില്ല, പക്ഷേ ചുറ്റിനും മരങ്ങൾ ഉണ്ടായതുകൊണ്ട് നല്ലോണം ഉണ്ടാവും അടിച്ചു വരാൻ. അപ്പോൾ അതൊരു ടാസ്ക്കാണ് അടിച്ചു വാരൽ. കുറച്ചധികം ഉണ്ടല്ലോ മുന്നത്തെ മുറ്റം. ഞാൻ രാവിലെ എണീറ്റ് വന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കിച്ചണിക്കാണ് വരിക. ചിലർ ചൂലെടുത്ത് മുറ്റടിച്ചു വരാൻ പോകൂലേ. അപ്പോൾ എൻ്റെത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ മുറ്റടിച്ചു വരാൻ പോവില്ലേ. 1.5 മുകളിൽ മുറ്റായതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഇഡ്ഡലി ഞാനൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതാണ്. അതേപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് അധികം എടുത്തതാണ്. പിന്നെ ഒരു കോഴിമുട്ട പുഴുങ്ങിയതും പിന്നെ മുസമ്പിയും. കുട്ടികൾക്ക് ബാബു ചോക്കോബാറോ അല്ലെങ്കിൽ കോൺ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാത്രിയിൽ വരുമ്പോൾ കൊണ്ടുവരും, കട അടച്ച് വരുമ്പോൾ. അപ്പോൾ എനിക്കും അങ്ങനെ കൊണ്ടുവന്നതിന് ആദ്യം 6 ആൾക്കും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഷുഗർ ആയതുകൊണ്ടേ എനിക്ക് കൊണ്ടുവരില്ല. എനിക്കതിന് പകരം ഒരു മുസമ്പിയോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കും, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെതും കഴിക്കും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഈ റാഗി കൊണ്ട് എന്തുണ്ടാക്കിയാലും ആദ്യം എനിക്ക് തീരെ ഇഷ്ടമല്ലേനി കേട്ടോ, ആയിക്കൂടെ അങ്ങോട്ട് പോകൂല. ഇപ്പം എനിക്ക് ശീലമായി. പിന്നെ അതേപോലെ സാമ്പാറൊക്കെ ഉണ്ടാകുമ്പോൾ സാമ്പാറിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയില്ല, സാമ്പാറിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ അറിയാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ ശീലമായിട്ടോ. അപ്പം പിന്നെ ഇതൊക്കെ ഹെൽത്തി ആണല്ലോ, എണ്ണയൊന്നും ഇല്ലാതെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തേക്കല്ലേ ഇഡലി. പിന്നെ എനിക്ക് ബ്ലഡ് കുറയുന്ന കുഴപ്പമുണ്ടേനി കേട്ടോ. ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും ഈ തലചുറ്റിലും കയ്യും കാലും കുഴച്ചിലൊക്കെ ഉണ്ടാകുമ്പം. അപ്പോൾ ഇപ്പം അതിനൊക്കെ ഞാൻ ഈ ആയുർവേദ മരുന്ന് കുടിക്കൽ തുടങ്ങിയപ്പോൾ അതിനൊക്കെ നല്ല കുറവുണ്ട്. പിന്നെ ഫുഡ് ഒന്നാമത് ഇങ്ങനത്തെ ഫുഡൊക്കെ ആയിട്ടാവും, അധികം റാഗി കൊണ്ടുള്ള ഭക്ഷണമൊക്കെ അല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ് റാഗി കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആവും. ഇപ്പം ശരീരത്തിനൊരു സുഖമാണ്. മറ്റേ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാലേ രാവിലെ എണീക്കാൻ കഴിയൂല, ഭയങ്കര ക്ഷീണമാവും. അങ്ങനെ കുട്ടികൾക്കും ബാബുവിനൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത്. ഓർക്ക് പിന്നെ തലേ ദിവസത്തെ ബീഫ് ഉണ്ടായിന് കേട്ടോ. ബീഫിൽ വലിയ വലിയ എല്ലിൻ്റെ പീസുകളുണ്ടേന്. അപ്പോൾ അതൊക്കെ ഉണ്ടായിന്, അതൊക്കെ കൂട്ടിയാണ്ട് ഓരും കഴിച്ചു. പിന്നെ ഓർക്കും മുസമ്പിയൊക്കെ ഓരോ പീസ് കൊടുത്തിന് കേട്ടോ. പിന്നെ മുട്ട എപ്പോഴേലൊക്കെ ഓർക്കും അതേപോലെ ഓരോന്ന് പുഴുങ്ങി കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചിനൊന്നും ഉണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നു. നമുക്ക് അങ്ങനെയല്ലേ, ഒന്നിങ്ങോട്ട് ലീവായി കഴിഞ്ഞാലേ സന്തോഷമല്ലേ. മറ്റേത് ഇനിയിപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പം ഞാൻ ഉണ്ടാക്കണ്ടല്ലോ. കുറേ തുണികളുണ്ട് കേട്ടോ അലക്കാൻ. അപ്പം ഇനി അതൊക്കെ അടിച്ചു വാരിയിട്ട് പിന്നെ തുണികൾ അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ കുടിരിക്കലുണ്ടെന്ന്, അങ്ങോട്ട് പോകും വേണം. അങ്ങനെ മുറ്റടിച്ചു വരാൻ പോകുന്നു. പിന്നെ എൻ്റെ മക്കളെ എല്ലാ പണിയെടുക്കും കേട്ടോ. ഞാൻ എൻ്റെ ഒപ്പം എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതിന്. പക്ഷേ ഈ മുറ്റടിച്ചു വരാൻ ഭയങ്കര മടിയാണ്, രണ്ടാക്കും മടിയാണ്. മുറ്റം കട്ട പതിച്ചിട്ട് വെച്ച് എന്നിട്ട് ഞങ്ങൾ അടിച്ചേരിക്കൊണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ കല്ലിൽ നിന്ന് അടിച്ചു വരാൻ അവർക്ക് ഗതികേടാണ് പറഞ്ഞാണ്ട് ഒറ്റൊന്നും അടിച്ചു തരില്ല, ഞാൻ തന്നെ അടിച്ചു വരണം. അങ്ങനെ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുടിക്കലിനൊക്കെ പോയിട്ടോ. അപ്പോൾ അത് അവിടെ നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ, നല്ല സൂപ്പർ സദ്യേന്. മീൻ മുളക് ഇട്ടതുണ്ട്, ബീഫ് പൊരിച്ചതുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെ എരിശ്ശേരി, അതേപോലെ പുളിശ്ശേരി, പിന്നെ അവിയൽ, അച്ചാർ, പപ്പടമല്ല കേട്ടോ, പായസം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിന് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, 2 വീട് അപ്പുറമാണ് കേട്ടോ. 2 വീടല്ല, മുകൾ വശത്ത് നോക്കുകയാണെങ്കിൽ ഈ റബ്ബർ തോട്ടം കഴിഞ്ഞാൽ പിന്നെ ഈ പുതിയ വീടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് പോരുകയാണ് വീട്ടിലേക്ക്. വലിയ വീടാണ് കേട്ടോ. ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിന്ന് പറയുമോരെ.
എന്താ ക്രിസ്ത്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഓരോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചത്. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ടാവണമല്ലോ, അപ്പം നമുക്കൊരു മടിയല്ലേ. പിന്നെ നമ്മളെ കണ്ടന്റ് അല്ലേ ചെയ്യുന്നത്, അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചാണ്ട് പിന്നെ അവിടുന്ന് പോന്നു. ഇനി രാത്രിയിലും ഉണ്ട് കേട്ടോ, രാത്രിയിലും ഫുഡ് അവിടെ നിന്ന് തന്നെയാണെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ.